മാത്യു കുഴൽനാടനെതിരെ ഭൂമി കയ്യേറിയതിന് കേസ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കേസെടുത്തത്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിനെ നോട്ടീസ് നൽകി. വിവരങ്ങളുമായി ജോസിൽ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. ജോസിൽ, നേരത്തെ മാത്യു കുഴൽനാടൻ 50 സെന്റോളം സർക്കാർ ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ തുടർ നടപടികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണോ കുഴൽനാടനെതിരെ? മനു, റവന്യൂ വകുപ്പിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിത് പറഞ്ഞിരുന്നു. ഈ ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ലാൻഡ് റവന്യൂ തഹസീൽദാർ കളക്ടർ ഷീബ ജോർജിന് റിപ്പോർട്ട് നൽകിയപ്പോൾ തന്നെ ഷീബ ജോർജ് തുടർ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് റവന്യൂ തഹസീൽദാർ സീമ ജോസഫ് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറോട് കേസെടുത്ത് നടപടികൾ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ ഇപ്പോൾ കേസെടുത്ത് ഈ ഹിയറിംഗിന് ഹാജരാകാൻ മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇതൊരു രാഷ്ട്രീയ വിഷയം, രാഷ്ട്രീയ ആയുധമാക്കി വിരോധം തീർക്കാനുള്ള അവസരമാക്കി ഈ കേസിനെ വിനിയോഗിക്കുകയാണ് എന്ന് മാത്യു കുഴൽനാടന് വാദിക്കാൻ സാധിക്കാത്ത രീതിയിൽ കൃത്യമായ നിയമവഴികളിൽ കൂടി തന്നെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും തുടർന്ന് വിജിലൻസും എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാത്യു കുഴൽനാടന് ഹിയറിംഗിന് ഹാജരാക്കി തൻ്റെ 1 ഏക്കർ 23 സെൻറ്റ് ഭൂമിയാണ് അദ്ദേഹം ആധാരം നടത്തി മേടിച്ചിരിക്കുന്നത്. അളന്നു കഴിഞ്ഞപ്പോൾ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ അളന്നു കഴിഞ്ഞപ്പോഴാണ് അതിൽ 53.5 സെൻറ്റോളം, അതായത് 50 സെൻറ്റിലധികം ഭൂമി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടോ എന്ന് വ്യക്തമായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാത്യു കുഴൽനാടന് എല്ലാ രേഖകളും ഹാജരാക്കാനുള്ള അവസരം ഹിയറിംഗിലൂടെ ലഭിക്കും. രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള വാദമൊന്നും നടക്കാത്ത രീതിയിൽ കൃത്യമായി അദ്ദേഹം രേഖ ഹാജരാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും. പക്ഷേ അങ്ങനെ ഒരു രേഖ ഹാജരാക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. മനു, ആ വസ്തുത അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇത് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമി ആയതുകൊണ്ട് തന്നെ അളക്കാനൊന്നും നിന്നില്ല. ആ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കായിരുന്നു, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, പ്രചരണത്തിന് പോയതുകൊണ്ട് പിന്നെ അളക്കാനൊന്നും നിന്നില്ല എന്നാണ് മാത്യു കുഴൽനാടൻ്റെ വാദം. ആ വാദമൊക്കെ എത്ര കണ്ട് നിലനിൽക്കും ജോസിൽ? കാരണം ഈ ഭൂമി MLA ആയതിനു ശേഷവും കൈവശം വെച്ച് അനുഭവിക്കുന്നു, അതിൻ്റെ കരമടക്കമുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അളന്നു നോക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത് എന്നൊക്കെ പറഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ മാത്യു കുഴൽനാടന്? മനു, തീർച്ചയായിട്ടും ഒരു സുപ്രീം കോടതിയിൽ വാദം നടത്തി കേസുകൾ നടത്തുന്നയാളാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നത്. ഞാനൊരു സ്ഥലം മേടിച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായിരുന്നു, അതിനുശേഷം എനിക്കിതൊരു അളവ് നടത്തേണ്ടത് ഒരു അനിവാര്യതയായി തോന്നിയില്ല എന്നൊക്കെയുള്ള വാദം നടത്തുന്നത്. ഇത്രയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഭൂമി മേടിച്ചിട്ട് അത് അളന്നു നോക്കിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായവുമില്ല. അദ്ദേഹം അതുതന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ ഘട്ടത്തിലും പത്രസമ്മേളനങ്ങൾ നടത്തി തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോയ ഘട്ടത്തിലെല്ലാം ഒന്ന് പറയുന്ന കാര്യം തന്നെയല്ല അടുത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ അളന്നു നോക്കിയിട്ടില്ല എന്നുള്ള വാദം. ആദ്യം അത് പറഞ്ഞു ഞാനിതൊരു ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വാദമാണ് ആദ്യം ഉയർത്തിയത്. അതിനുശേഷം ചിന്നക്കനാൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ചിന്നക്കനാൽ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന UDF ഭരണസമിതിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം നേടിയെടുത്ത ലൈസൻസ് പുറത്തു വന്നതോടുകൂടി എല്ലാ രേഖകളോടും കൂടിയാണ് ഞാൻ റിസോർട്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള വാദമായി. അപ്പോൾ കഴിഞ്ഞ മാർച്ച് 31 തന്നെ അതിൻ്റെ രേഖകളെല്ലാം അവസാനിച്ചു എന്ന് പുറത്തു വന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ വിജിലൻസ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധ ആധാരത്തിലടക്കം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ, നികുതി വെട്ടിപ്പ് നടത്തിയ കാര്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു ഏകദേശം 17 ലക്ഷം രൂപ വില വരുന്ന കെട്ടിടത്തിൻ്റെ രേഖ തന്നെ കാണിച്ചിട്ടില്ല. അതിൻ്റെ 8% അനുസരിച്ചുള്ള നികുതി അതിനകത്ത് അടയ്ക്കേണ്ടതായിരുന്നു, അത് അടച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെയാണ് ഈ 50 സെൻറ്റിലധികം ഭൂമി അദ്ദേഹം കയ്യേറിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് മണക്കാട് ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ MM മണി പതിറ്റാണ്ടുകളോളം ഇടുക്കി ജില്ലയിൽ പൊതുപ്രവർത്തനം നടന്നിരുന്ന ആളെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ അന്നുണ്ടായത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ പകപോക്കലൊന്നും നടത്താതെ തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവസരം കൊടുത്തുകൊണ്ട് ഹിയറിംഗിന് ഹാജരായി രേഖകൾ സമർപ്പിക്കാനുള്ള അവസരമെല്ലാമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ നൽകിയിരിക്കുന്നത്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്. മനു, അതായത് മാത്യു കുഴൽനാടൻ പറയുന്നത് സർക്കാരിനെതിരെ സ്ഥിരമായ വിമർശനം ഉന്നയിക്കുന്നത് കൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നതെന്നാണ്. പക്ഷേ ഇവിടെ വസ്തുത നോക്കുമ്പോൾ ഇപ്പോൾ പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. 50 സെൻറ്റിലധികം ഭൂമി കയ്യേറി എന്ന വസ്തുത പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ ആധാരവും വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നികുതി വെട്ടിപ്പടക്കമുള്ള കൃത്യമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വസ്തുതകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോസിൽ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടന് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ ഇവിടെ അവസരമുണ്ട്.
അദ്ദേഹത്തിന് ഹിയറിംഗിന് ഹാജരാകാം, തൻ്റെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാം, എന്താണ് സംഭവിച്ചെന്ന് വിശദീകരിക്കാനുള്ള അവസരമടക്കം നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം അപ്രസക്തമാവുകയല്ലേ? കാരണം കൃത്യമായിട്ട് ഇവിടെ മാത്യുവിന് ഭാഗം വിശദീകരിക്കാൻ അവസരമുണ്ട്. തീർച്ചയായിട്ടും വിജിലൻസ് 3 മണിക്കൂർ തൊടുപുഴയുള്ള ജില്ലാ വിജിലൻസ് ഓഫീസർ DYSP ഷാജു ജോസഫിൻ്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ ചോദ്യം ചെയ്തതിൽ ഇതിനകത്ത് തൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിക്കുന്നതിന് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്ന ഒരു അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ MLAക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാദങ്ങളും വിജിലൻസിൻ്റെ ഓരോ ചോദ്യം ചെയ്യലിലും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ആണ് ഇത് താലൂക്ക് സർവേയറുടെ സഹായത്തോടുകൂടി ഭൂമി അളന്നു നോക്കിയത്. അങ്ങനെ അളന്നു നോക്കിയപ്പോഴാണ് 50 സെന്റിലധികം ഭൂമി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടിരിക്കുന്നത്. 1 ഏക്കർ 23 സെന്റിൽ കൂടുതൽ ഭൂമി തൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തോളം ഇപ്പം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു വാദം, ഞാൻ MLA ആകുന്നതിന് മുമ്പാണ്. മാത്യു കുഴൽനാടൻ പറയേണ്ട ആവശ്യമില്ല. അതുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കറിയാം. അത് മാത്യുവിൻ്റെ ഔദാര്യമൊന്നുമല്ല. ആ രീതിയിലാണല്ലോ മാത്യു അത് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ വ്യക്തമാകുന്നത് മാത്യു കുഴൽനാടൻ എന്ന MLA, മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവ് കൃത്യമായി സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്യു വിശദീകരിക്കുന്നത് എൻ്റെ കയ്യിൽ ആ ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്തോളൂ എന്നതാണ്. അതായത് ഞാൻ ആ ഭൂമി കയ്യേറി വെച്ചത് തെറ്റല്ല, അങ്ങനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അതിൻ്റെ ഒരു ഔദാര്യമായിട്ട് കണക്കാക്കിക്കോളൂ എന്ന രീതിയിലാണ് ആ സംസാരം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വാദമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന വേറൊരു വാദമാണ്, അദ്ദേഹം MLA ആകുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഒരു രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇത് അഴിമതി നിരോധന വകുപ്പിൽ പെടില്ല എന്നുള്ള ദയനീയമായ വാദവും കൂടിയാണ് ഇപ്പോൾ നടത്താൻ അദ്ദേഹം തുനിയുന്നത്. അതിനുശേഷവും, അതായത് MLA ആയതിനു ശേഷവും ഈ ഭൂമിയുടെ പോക്കുവരവുകൾ നടത്തിയിട്ടുണ്ട്, അവിടെ പണികൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ മതിൽ കെട്ടിയിട്ടില്ല, സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് കയ്യേറ്റം നടന്നിരിക്കുന്ന ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് സംരക്ഷണ ഭിത്തി, അതായത് ചുറ്റുമുള്ളതിൽ സംരക്ഷണ ഭിത്തിയാണെന്ന് ബലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺക്രീറ്റ് ഉപയോഗിച്ച് ശക്തമായ വാളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം തന്നെയാണ് മനു. അതായത് അത് മാത്രമല്ല അവിടെ ഒരു വിഷയം, ഇപ്പോൾ MLA ആകുന്നതിന് മുൻപാണ് ഇത് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ വാങ്ങിയതെന്നൊക്കെ പറയുന്നു. പക്ഷേ MLA ആയതിനു ശേഷവും ആ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും വച്ചനുഭവിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ വച്ചനുഭവിക്കുന്നത് മാത്യു കുഴൽനാടൻ തന്നെയല്ലേ? മാത്യു കുഴൽനാടൻ MLA ആയിട്ട് ഇപ്പോൾ വർഷങ്ങളായല്ലോ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പോക്കുവരവടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ കരമടച്ച കാര്യങ്ങൾ, ഇതെല്ലാം മാത്യു കുഴൽനാടൻ തന്നെയാണ് ചെയ്യുന്നത് ഈ ഭൂമിക്ക്. അപ്പോൾ പിന്നെ ആ വാദം നിലനിൽക്കില്ലല്ലോ, MLA ആകുന്നതിന് മുൻപാണ് ഞാനിത് വാങ്ങിയത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നത്. അതെ, മാത്യു കുഴൽനാടൻ്റെ എല്ലാ വാദങ്ങളും ആദ്യം തൊട്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ നികുതി വെട്ടിപ്പടക്കം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത മിച്ച ഭൂമി കേസിൽപ്പെട്ട ഭൂമിയാണ്. അതെങ്ങനെ മേടിച്ചെടുത്തു എന്നുള്ള ചോദ്യവും വിജിലൻസ് അന്ന് നടത്തിയിരുന്നു. അതിനൊന്നും കൃത്യമായ മറുപടി, അതായത് അത് എനിക്കറിയില്ലായിരുന്നു, അതായത് എല്ലാ രേഖകളും വിളിച്ച് ഇഴകീറി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റാണ് താനെന്ന് മേനി നടിക്കുന്ന കുഴൽനാടൻ പറഞ്ഞത് ഇങ്ങനെ മിച്ചഭൂമി കേസിൽപ്പെട്ട ഭൂമിയാണ് എന്ന് താൻ അറിഞ്ഞില്ല എന്നടക്കമുള്ള, എനിക്കറിയില്ലായിരുന്നു എന്നുള്ള വാദമൊക്കെയാണ് അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ അഴിമതി നിരോധന കേസിൽ ഞാൻ MLA ആകുന്നതിന് മുമ്പ് ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്താനാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയാണെങ്കിൽ പോലും കൃത്യമായ രേഖകൾ ഹാജരാക്കിയാൽ സർക്കാർ ഒരു റവന്യൂ വകുപ്പ് കൃത്യമായ നടപടിയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസറാണ് കേസെടുത്തിരിക്കുന്നത്. ആ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഹിയറിങ്ങിന് ഹാജരായിട്ട് കൃത്യമായി അദ്ദേഹത്തിന് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ ഹാജരാക്കാനുള്ള എല്ലാ അവസരവും സർക്കാരും റവന്യൂ വകുപ്പും എല്ലാം നൽകുന്നുണ്ട്. മനു, ശരി, ജോസിലാണ് വിവരങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. ഹിയറിങ്ങിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്യു കുഴൽനാടനോട്. സർക്കാർ ഭൂമി കയ്യേറിയ സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസിൽ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.